സംസ്ഥാനത്ത് സിറിഞ്ച് വഴി ലഹരി ഉപയോഗിക്കുന്നവരിൽ HIV പടരുന്ന സംഭവത്തിൽ പരിശോധന അവതാളത്തിൽ. ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പരിശോധനയ്ക്ക് വിമുഖത കാണിക്കുന്നതാണ് ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ 10 പേർക്കാണ് 2 മാസത്തിനിടെ രോഗബാധ സ്ഥിരീകരിച്ചത്. തവനൂർ ജയിലിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളായ പ്രതിയെ പരിശോധിച്ചതിലൂടെയാണ് ആദ്യ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പിന്നീട് ഇയാളോടൊപ്പം ലഹരി പങ്കിട്ട വ്യക്തികളെ കൂടി പരിശോധിച്ചു. 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും 7 മലയാളികൾക്കുമാണ് HIV വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ ആരോഗ്യവകുപ്പ് പരിശോധന ഊർജിതമാക്കി. എന്നാൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം പരിശോധനകളോട് സഹകരിക്കുന്നില്ല. ഇവരെ കണ്ടെത്തുക എന്നുള്ളതും വെല്ലുവിളിയാണ്. ലഹരി കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സൂചി വീണ്ടും കുത്തിവെച്ചതിലൂടെയാണ് രോഗം പകർന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ഇതേ മാർഗം ലഹരി ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ പിന്തുടരുന്നുണ്ട്. പോലീസ്, എക്സൈസ് അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിലേ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താൻ കഴിയൂ. മലപ്പുറം ജില്ലയിൽ HIV പരിശോധിക്കാൻ 7 ഇന്റഗ്രേറ്റഡ് കൗൺസിലിംഗ് ആൻഡ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളാണുള്ളത്. എന്നാൽ ഇവിടെ പരിശോധനയ്ക്കായി സ്വയം തയ്യാറായി എത്തുന്നവർ വിരളമാണ്. ഇതും ആരോഗ്യവകുപ്പിനെ കുഴയ്ക്കുന്നുണ്ട്. അതേസമയം HIV ബാധിതരെ കണ്ടെത്താനുള്ള ക്യാമ്പുകളടക്കം ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കാത്തതും തിരിച്ചടിയാണ്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.